നമസ്കാരം. കോഴിക്കോട് എലത്തൂരിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ സംഭരണശാലയിലുണ്ടായ ചോർച്ചയിൽ ജനജീവിതം വഴിമുട്ടുന്നു. പ്ലാന്റിൽ നിന്നും മുൻപും ചോർച്ചയുണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതാണ് പ്രശ്നം ഇത്രത്തോളം രൂക്ഷമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുമാണ് പ്രദേശത്തെ ജനങ്ങളുടെ ആരോപണം. നിരന്തരമായുണ്ടായ ഈ പ്രശ്നം കാരണം പ്രദേശത്ത് ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. പ്രദേശവാസികളിൽ പലരും ഈ കാരണത്താൽ നിത്യരോഗികളായി മാറിയെന്നും അതിനാൽ തന്നെ അടിയന്തരമായി പ്ലാന്റ് മാറ്റിസ്ഥാപിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും ഇവർ പറയുന്നു. ഇന്ധനം ചോർന്ന് അടുത്തുള്ള തോട്ടിലേക്ക് എത്തിയത് മൂലം പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളിലെ ജലം മലിനമായതായും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു. ഈ എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 40-40 കൊല്ലമായി. ഇത്രയും വർഷമായിട്ടും ഇതിന്റെ ഈ ഓണർമാര് ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഇതിന്റെ ലാഭം കൊയ്തിട്ട് അവര് അമേരിക്കയിലും ലണ്ടനിലും ജപ്പാനിലൊക്കെ സുഖവാസ കേന്ദ്രത്തിലായിരിക്കും. ഇവിടെയുള്ള പാവപ്പെട്ട ആളുകളാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. ഇവിടെയുള്ള എല്ലാവരും രോഗികളായി മാറി കഴിഞ്ഞു. കാരണം ഇത് കാലത്ത് കിഴക്കുന്ന് പടിഞ്ഞാറോട്ടാണ് കാറ്റടിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം കിഴക്കോട്ട് കാറ്റടിക്കുന്നത്. അപ്പൊ പടിഞ്ഞാറ് ഭാഗത്ത് 1-ാം വാർഡും കിഴക്ക് ഭാഗത്ത് 2-ാം വാർഡുമാണ്. ഈ 1-2 വാർഡിലുള്ള ആൾക്കാർ മുഴുവൻ രോഗികളായി കഴിഞ്ഞു. ഇതിന്റെ ഈ പെട്രോൾ ഡീസലൊക്കെ ശ്വസിച്ച് രോഗികളായി കഴിഞ്ഞു. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പാക്കേജ്, ഒരു ഇൻഷൂർ ഇവർ ഇന്ന് വരെ ചെയ്തിട്ടില്ല. രോഗികളായിട്ട് രോഗം പിടിച്ച് വയ്ക്കുക എന്നല്ലാതെ വേറെ ഒരു രക്ഷയില്ല. പിന്നെ ഇവരാണെങ്കിൽ ഈ 4-5 പ്രാവശ്യം ഇപ്പൊ ചോർച്ച അനുഭവിക്കുന്നു ഈ ജനങ്ങള്. ഇത് ഇന്ന് വരെ ഇവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് മാറ്റാന്ന് പറഞ്ഞിട്ട് എത്രയോ വർഷമായി. ഇന്ന് വരെ ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇവിടെ കുറെ സമരപന്തലൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാണ്ട് ഇവിടെ പന്തൽ കെട്ടിയിരുന്ന സമയങ്ങളുണ്ട്. ഇതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇതിന്റെ ലാഭം മുഴുവൻ ഇവര് കൊയ്ത് കൊണ്ടുപോകാന്നല്ലാണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരു പാക്കേജും ചെയ്തിട്ടില്ല. ഇവിടെയുള്ള രോഗിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഷൂർ വർക്ക് ചെയ്യാൻ ഇന്ന് വരെ പറ്റിയിട്ടില്ല. അതേ സ്ഥാനത്ത് ഈ രോഗം പിടിച്ച് സ്വന്തം അനുഭവിക്കാനല്ലാതെ ഇവർക്ക് ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഷൂർ പദ്ധതി ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. പിന്നെ എന്ന് വെച്ചാല് ഇവിടെയുള്ള ജനങ്ങൾ ഇങ്ങനെ ഈ എല്ലാ വർഷത്തും സമരം ചെയ്യുക, കുറച്ച് പോലീസ് വരും, കുറച്ച് നേതാക്കന്മാർ വിളിച്ചിട്ട് എന്തെങ്കിലും പറയും. ഇങ്ങനെയൊക്കെ അനുഭവിച്ച് മതിയായി. ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ളത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഓടിക്കാറേണ്ട ഒരു അവസ്ഥയായി ഇപ്പൊ വന്ന്. കാരണം ഞങ്ങളെ കുട്ടികളൊക്കെ ഇപ്പൊ ഇനി വളർന്നു വരുന്ന കുട്ടികളൊക്കെ രോഗികളായി മാറി കഴിഞ്ഞു. എന്താ ചെയ്യാ? ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എത്രയോ അമ്മമാരും വൃദ്ധ ആളുകളൊക്കെ രോഗം പിടിച്ച് കിടക്കുകയാണ്. അവർക്ക് വേണ്ടി ഒന്നും ഇവരാരും തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല. ഈ പരിസരം ഒന്ന് ഒരു 50-60-70 വർഷം മുമ്പുള്ള അതേ കാലാവസ്ഥ തന്നെ ഇപ്പൊ ഈ എലത്തൂരുള്ളത്. ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള ഈ ജനങ്ങൾക്ക് ഉപകാരമാണ് ഇത്. പെട്രോളും ഡീസലൊക്കെ ജനങ്ങൾക്ക് ഉപകാരമുള്ള സംഭവം തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ള ഈ ദുരിതം അനുഭവിക്കുന്ന ഞങ്ങൾക്കൊന്നും ഒരാൾക്കും ഒരു ഗുണം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങളിപ്പോ എന്താ പറയാ? ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലീക്ക് കുറെ കാലമായി ഒരുപാട് പ്രാവശ്യം മറ്റേ പാർട്ടിയും പ്രദേശവാസികളൊക്കെ സമരം ചെയ്തിട്ടുണ്ട്. ഇത് തുടരെ ഇങ്ങനെ ലീക്ക് ആയതുകൊണ്ട് ഇത് പ്രദേശത്തെ കിണറുകളിലും അതുപോലെ പുഴയിലും അതിലുപരി പുഴയിൽ നേരെ കടലിലേക്ക് ചെന്ന് മത്സ്യങ്ങളുടെ വംശനാശത്തിന് വരെ കാരണമാകും. ഇത് വെള്ളത്തിന്റെ മേലെ ഇങ്ങനെ പോകുമ്പോൾ തീ പിടിച്ചു കഴിഞ്ഞാൽ പ്രദേശവാസികൾക്കെല്ലാം ബുദ്ധിമുട്ടാണ്. കടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ സ്മെല്ല് കൊണ്ട് മത്സ്യങ്ങളെല്ലാം ചത്തുപൊങ്ങും, പുഴയിലെ മത്സ്യങ്ങൾ ചത്തുപോകും. അതുകൂടാതെ ഇത് ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷനിലെ 1ഉം 2ഉം 75-ാം വാർഡിലാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുക. ഇതിന് തീ പിടിച്ചോ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായാൽ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 75-ാം വാർഡ് എന്ന് പറഞ്ഞാൽ പുതിയാപ്പ ഫിഷിംഗ് ഹാർബർ വരുന്നതാണ്. ഫിഷിംഗ് ഹാർബറിലൊക്കെ എന്തെങ്കിലും ഇതിന്റെ അപായം ഉണ്ടെങ്കിൽ കോടികളുടെ നഷ്ടമാണ് ഉണ്ടാവുക. അതുപോലെ ഈ 1-ാം വാർഡിൽ ഈ പ്രദേശത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നത്. ഇവരൊക്കെ കുടിവെള്ളത്തിൻ്റെ അകത്ത് ഇതിന്റെ മാലിന്യം വന്ന് ചേർന്നുകൊണ്ട് ഭക്ഷണം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം ഉപയോഗിച്ചാൽ ചൊറി, ചിരങ്ങി ഇങ്ങനത്തെ പല അസുഖങ്ങളും ആണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് പ്രദേശത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പ് വേറെയുണ്ട്. അപ്പൊ ഈ തൊട്ട് പടിഞ്ഞാറ് തന്നെ ഒരു ഹിന്ദുസ്ഥാനത്തിന്റെ പെട്രോൾ പമ്പ് സ്വീകരിച്ചത്. ഇപ്പൊ ഏത് നിമിഷവും ഒരു അപകടം ഉണ്ടായാൽ വൻ നാശങ്ങൾ. കോഴിക്കോട് ജില്ലയുടെ പകുതി ഭാഗങ്ങളും നാമാവിശേഷമാണ്. തൊട്ടു മുമ്പ് ഒരു ട്രെയിനിന്റെ അകത്ത് ഇതിന്റെ പ്രദേശത്തായിരുന്നു ഒരു തീ പിടിച്ച അപകടം ഉണ്ടായത്.
അന്ന് തന്നെ എന്തോ ജനങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് കഴിച്ചിലായത്. അല്ലെങ്കിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാവും, ഒരുപാട് ജീവൻ പൊയ്യേണ്ടി വരും. അപ്പോൾ അധികൃതർക്ക് ഒരുപാട് പ്രാവശ്യം ഇതിന് പരാതി പറഞ്ഞിട്ടും വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാത്തത് കൊണ്ടിട്ട് പൊതുജനങ്ങളെ സംഘടിച്ച് ഒരു ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകും. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം എന്നൊരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടാണ് എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും ഇതിനുവേണ്ടി ഒന്നാമത് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥിതിയാണ്. ഇപ്പൊ തന്നെ നമ്മളിവിടെ നിൽക്കുന്ന തന്നെ നമ്മുടെ മൂക്കിലേക്കൊക്കെ ഇതിന്റെ സ്മെല്ല് അടിച്ചു കയറാണ്. അത്രയും ലീക്ക് ഇതിലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക്, പൊതുജനങ്ങൾക്ക്. നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസം പോകുന്ന ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ഒരു വൻ ദുരന്തത്തിൽ നിന്ന് ഒഴിവാകാൻ അധികൃതർ വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണമെന്നാണ് പറയാനുള്ളത്. മെന്നാന്ന് രാവിലെ തുടങ്ങിയ സ്മെല്ലാണ്, തീരെ ഒഴിവില്ലാണ്ട് രാത്രി വരെ സഹിക്കാൻ കഴിയാണ്ട്. മെന്നാന്ന് വൈകുന്നേരം ആകുമ്പോഴൊക്കെ അവനിവിടെ ചോർച്ച കണ്ട് പിന്നെ ഒക്കെ മുക്കരും നരമ്പക്കോളം ആൾക്കാർ തന്നെയായിരുന്നു, എത്രയോ മുക്കിക്കുന്നല്ലോ. പിന്നെ ഇന്നലെ രാവിലെ നല്ല വാസന, രാവിലെ ഒക്കെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി അടുത്ത സ്ഥലത്തൊക്കെ പോയി, ഒരൊഴിഞ്ഞ് വീട് പോയി. നമുക്ക് തീരെ സുഖമില്ല, രാത്രി ഓക്സിജനൊക്കെ വെക്കാൻ മുപ്പത്തിക്ക്, അങ്ങനത്തെ ആളാണ്. പിന്നെ എനിക്ക് പിന്നെ തലചുറ്റം ചെയ്യുക, തല കനക്കുക, തലവേദന എടുക്കുക, പയറിനൊക്കെ ഇങ്ങനെ മത്തിയ, അങ്ങനത്തെ ഒക്കെ. പിന്നെ വൈകുന്നേരം ഡോക്ടറെ അടുത്ത് ചോദിക്കുമ്പോൾ പ്രഷർ കൂടിയിരിക്കുന്നു. അന്നേരം ഡോക്ടർ ഗുളികയൊക്കെ എഴുതി ഗുളികയൊക്കെ വാങ്ങി പോന്നു. പിന്നെ രാത്രി ആയി നോക്കുമ്പോൾ തീരെ സഹിക്കാൻ കഴിയും. മഴ പെയ്ത് നോക്കുമ്പോൾ ആദ്യത്തെ സ്മെല്ലല്ല, ഒരു മണ്ണെണ്ണേൻ്റെ സ്മെല്ലാണ്, തീരെ സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്താക്കാനാ, വേറെയുള്ള മോൻ വന്ന് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. ഞാൻ ഇവിടെ ഒരു നായുണ്ട്, പിന്നെ എല്ലാവർക്കും പ്രശ്നമാണ്, മഞ്ചന്മാർക്കൊക്കെ അലർജീൻ്റെ പ്രശ്നമാണ്, മോനും. അപ്പോൾ ഓരോക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഞാനായിട്ട് പോയിട്ട് കാര്യമില്ല, എനിക്കിനി അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്തോ മരുന്ന് അടിക്കാൻ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. വാന്നനിന്ന് അവർ പറഞ്ഞു, വാന്നനിയൊക്കെ കഴിഞ്ഞില്ല. ഓ സ്ഥിരമായിട്ടുണ്ടാവും, ചില അന്നും ഉണ്ടാവില്ല, അധിക ദിവസം ഉണ്ടാവും. അധിക ദിവസം കൊണ്ട് എനിക്കിന്ന് ഇവിടെ ഇരുന്ന് ഞാനിവിടെ തന്നെ ഇരിക്കാമല്ലോ, ബാക്കിയുള്ളവരൊക്കെ പണിക്ക് ഒരു വൈകുന്നേരം വരുമ്പോഴല്ലേ. പിന്നെ സ്മെല്ല് ഇങ്ങനെ കേട്ട് കേട്ട് എനിക്ക് പിന്നെ തയങ്ങിപ്പോയി. മുപ്പത്തിക്ക് ആരോഗ്യ പ്രശ്നമാണ്. ആ എന്നെക്കൊണ്ട് അമ്മ പോയാൽ പിന്നെ മക്കൾക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല, വാപ്പയും മരിച്ചു. പിന്നെ ഇവിടെ ഇവർക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നു, പിന്നെ ഇതിന്റെ വാസന കേട്ടിട്ട് അധികമാകുകയും ചെയ്തു. ഇപ്പൊ ആളില്ല. ഇവിടെ ഇതുള്ളതിനെ കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഇവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഇങ്ങനെ ഓരോരോ സുഖത്തിട്ട് മക്കൾക്കൊന്നും ഇവിടെ തീരെ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ ആരും എടുക്കുകയില്ല സ്ഥലം, അപ്പം ശോഭം വെള്ളം കൊണ്ട് പുറമെ ആരും വന്നെടുക്കൂല. ഒന്നേക്ക് ഓലും ഇത് എടുക്കുക, ഞങ്ങൾക്ക് അതിൻ്റെ വില തരിക, അല്ലെങ്കിൽ ഓലും ഇവിടുന്ന് പോവുക. അതല്ലാണ്ട് ഒരു രക്ഷയില്ല, നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അല്ലാണ്ട്